ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഗീ റൈസും ചിക്കൻ കറിയുമാണ്. നമ്മളിവിടെ വന്നതിന് ശേഷം ഇതുവരെ ഇങ്ങനത്തെ ഡിഷസ് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. എപ്പോഴും നമ്മൾ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഡിഷസ് മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ. ഇന്ന് സൂപ്പർ മാർക്കറ്റിൽ പോയപ്പോൾ നമ്മൾ ചിക്കൻ കണ്ടു. അപ്പം വാങ്ങാമെന്ന് വിചാരിച്ചു അങ്ങനെ വാങ്ങി. ഇവിടെ ഒരു ഫുൾ കോഴിയായിട്ടാണ് കേട്ടോ വരുന്നത്. കുഞ്ഞു കുഞ്ഞു പീസായിട്ട് കട്ട് ചെയ്തിട്ട് തരാറില്ല അവർ, സ്കിന്നോട് കൂടെ തന്നെയാണ് തരാറ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ സ്കിന്ന് റിമൂവ് ചെയ്ത് കുഞ്ഞു പീസാക്കിയിട്ട് കറി വെക്കാം. അപ്പോൾ ഗ്രില്ലൊക്കെ ചെയ്യുന്നവരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേപടി തന്നെ സിമ്പിളായിട്ട് മാരിനേറ്റ് ചെയ്തിട്ട് സെറ്റാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. സോ നമ്മൾ കുഞ്ഞു കുഞ്ഞു പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കറിക്കായതുകൊണ്ട്. അപ്പം ചിക്കൻ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ചിക്കൻ ഒന്ന് മിക്സ് ചെയ്തിട്ട് വെക്കാൻ പോവുക, പുരട്ടി വെക്കാനായിട്ട് പോവുകയാണ്. അതിനായിട്ട് ജിഞ്ചർ പേസ്റ്റും ഗാർലിക് പേസ്റ്റും മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഉപ്പ്. ഇപ്പം കറി ലീവ്സ് അവൈലബിൾ ആണെങ്കിൽ അതും കൂടെ ആഡ് ചെയ്യാം. നമുക്കതൊന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ടാണ് ഇത്രയും സാധനങ്ങൾ മാത്രം ആഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പം ഇതിലേക്ക് ആഡ് ചെയ്യുമ്പം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അങ്ങനെ തന്നെ വേണമെന്നില്ല. അത് റോ ആയിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെറ്റർ അതാണ്. നമുക്കതിപ്പം ഇവിടെ തീരെ കിട്ടാനില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഈ ഒരു മിക്സ് ആഡ് ചെയ്യുന്നത്. അപ്പം അത് ആഡ് ചെയ്തതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ വെച്ച് തന്നെ മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. നമുക്ക് വെളിച്ചെണ്ണ കിട്ടാത്തതുകൊണ്ട് നമ്മൾ സൺഫ്ലവർ ഓയിൽ വെച്ചിട്ട് മിക്സ് ചെയ്യും. നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ ഒരു വെളിച്ചെണ്ണ ഒഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ചിക്കൻ കുറച്ചുകൂടെ ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടും കുറച്ചുകൂടെ ഒന്ന് ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഉണ്ടെങ്കിൽ കുറച്ച് നാരങ്ങനീരോ തൈരോ കൂടെ ചേർത്താൽ നന്നായിരിക്കും. തൈരാണെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി ചേർക്കരുത്, കുറച്ച് ഒരു 2 സ്പൂണോ അങ്ങനെയൊക്കെ മാത്രമേ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത് ചിക്കൻ ഒന്നും കൂടെ സോഫ്റ്റ് ആക്കും. ഇങ്ങനെ ചിക്കൻ മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂറോ 2 മണിക്കൂറോ അല്ലെങ്കിൽ ഓവർനൈറ്റോ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. എത്രത്തോളം നമ്മൾ വെക്കുന്നു അത്രത്തോളം ചിക്കനിലോട്ട് ആ ഒരു മസാല പിടിക്കും. നമുക്കിവിടെ ചിക്കൻ മസാല പോലത്തെ സാധനങ്ങളൊന്നും അവൈലബിൾ അല്ല കേട്ടോ. നിങ്ങൾക്കത് ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ മസാല ആഡ് ചെയ്യാം. ചിക്കൻ മസാലയ്ക്ക് പകരം ഇവിടെ ഒരു ഓണിയൻ പൗഡറാണ് അവൈലബിൾ. ഞാനത് ഇതിലോട്ട് ആഡ് ചെയ്തിട്ടില്ല, ഞാൻ റൈസിലോട്ടാണ് ആ ഒരു ഓണിയൻ പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. റൈസ് റെഡിയാക്കാനായിട്ട് ഗീ അവൈലബിൾ ആണെങ്കിൽ ഒരു 2-3 ടേബിൾ സ്പൂൺ ഗീ ഒഴിക്കുക. അതിലോട്ട് ഏലക്കായ, പട്ട, പൂവ് എന്നിവ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. അതിന് ശേഷം തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ടുള്ള ഓണിയൻ ഇട്ടിട്ട് ഒന്ന് ബ്രൗൺ ആക്കിയെടുക്കുക. അതിന് ശേഷം ഈ റൈസിലോട്ട് ഈ നോറിൻ്റെ ഈ ഒരു മസാല, ഓണിയൻ മസാല ആഡ് ചെയ്തിട്ട് ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം, കൂടുതലൊന്നും വേണ്ട, ജസ്റ്റ് ഒരു ഫ്ലേവറിന് മാത്രം ഒന്ന് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. എന്നിട്ട് അതൊരു ബ്രൗൺ കളറൊക്കെ ആവുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി കഴുകി വെച്ച ബസ്മതി റൈസ് ഉണ്ട്, അത് നന്നായിട്ട് ആ ഒരു പാനിലോട്ട് ഇട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക, ഒന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം ചോറിൻ്റെ ഒരു തുള്ളി വെള്ളം 20 മിനിറ്റ്സൊക്കെ മതി കേട്ടോ, പെട്ടെന്നാവുന്നുണ്ട്. നന്നായിട്ട് വേവാനെടുക്കുക. ബസ്മതി റൈസ് ആയതുകൊണ്ട് ഒത്തിരി ടൈം എടുക്കുന്നില്ല കേട്ടോ വേവാൻ, പെട്ടെന്ന് വേവുന്നുണ്ട് ബസ്മതി റൈസ്. സോ അത് വേവാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ആ ഒരു ടൈമിൽ നമുക്ക് ചിക്കൻ കറി റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് പട്ട, പൂവ്, ഏലക്കായ ഒക്കെ ഒന്ന് വെളിച്ചെണ്ണയിൽ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. അതിലേക്ക് ജിഞ്ചർ പേസ്റ്റും ഗാർലിക് പേസ്റ്റും ആഡ് ചെയ്യുക. എപ്പോഴും ഈ ഒരു പേസ്റ്റ് ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ, ഇത് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ആക്കുക. പിന്നെ അതിലോട്ട് പൊട്ടറ്റോ, ഓണിയൻ ആൻഡ് ഗ്രീൻ ചില്ലി ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ആഡ് ചെയ്യേണ്ട കേട്ടോ. നന്നായിട്ട് ഇത് വഴണ്ട് വന്നതിന് ശേഷം മാത്രം ചെയ്താൽ മതി. ഒന്ന് ഒതുങ്ങി കഴിയുമ്പം നമുക്ക് ചിക്കനും ഇട്ട് കുക്കർ മൂടി വയ്ക്കാം. എന്നിട്ട് ഒരു വിസിൽ വരുമ്പോഴത്തേക്കും റെഡി ആയിട്ടുണ്ടാവും. അതൊന്ന് വഴണ്ടതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒരു ഇട്ട് കൊടുത്തു. കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ഒക്കെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് വീണ്ടും മിക്സ് ചെയ്തു. രണ്ട് തൊട്ട് 3 വിസിൽ വരെ വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മളിതൊരു പാനിലോട്ട് മാറ്റി നന്നായിട്ട് ഒന്ന് അതിനെ വറ്റിച്ചെടുത്തു. എന്നിട്ട് കുറച്ച് കുരുമുളക് പൊടി കൂടെ അതിൽ ആഡ് ചെയ്ത് കൊടുത്തു. അതിൻ്റെ കൂടെ കുറച്ച് തേങ്ങാപ്പാലും ചേർത്തിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു ഷോർട്ട് മിസ്സായിപ്പോയി. സോ അത് ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് നമ്മുടെ ചിക്കൻ കറി. Next question.